നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഏതൊരു ആവശ്യത്തിന് വേണ്ടി ₹1 സാധനം വാങ്ങിയാൽ പോലും നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഗൂഗിൾ പേക്കകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ചെറിയൊരു ട്രിക്കാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാ സമയത്തും ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. ഏതാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ഗൂഗിൾ പേ ആപ്പ് കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ പേ ആപ്പിൽ ഞാനിനി എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കുക. നമ്മൾ ഈ ഗൂഗിൾ പേ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ കുറേ ലിസ്റ്റുകൾ വരും. ഇത് കുറേ ആളുകൾക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് വരും. ഇവിടെ ഏറ്റവും മുകളിൽ സ്കാൻ ആൻഡ് QR കോഡ്. നമ്മൾ കടകളിലൊക്കെ പോയിട്ട് സ്കാൻ ചെയ്യാറുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും മുകളിലുള്ള സ്കാൻ ആൻഡ് QR കോഡ് എന്നുള്ളത്. രണ്ടാമത് പേ ഫോൺ നമ്പർ. നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനുള്ളതും. മൂന്നാമത്തെ മൊബൈൽ റീചാർജ്. നമ്മളൊക്കെ മൊബൈലിൽ റീചാർജ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ മൊബൈൽ റീചാർജ് വളരെ ഈസി ആയിട്ട് ചെയ്യാനും. അവസാനം ബാങ്ക് ട്രാൻസ്ഫർ. നമ്മൾ ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഓരോ ഫീച്ചറിനകത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഓരോ ഫീച്ചർ വരും. ഇവിടെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഐക്കൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇതുപോലൊരു ഐക്കൺ വരും. ഇപ്പോൾ ഞാനിവിടെ QR കോഡ് സ്കാൻ ചെയ്യുന്നതാണ് വെച്ചത്. ഞാനതിവിടെ സെലക്ട് ചെയ്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിതുപോലെ ലോങ് പ്രസ് ചെയ്ത് മൊബൈൽ ഫോൺ പേയ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ അതും ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി എനിക്ക് വേണ്ടത് മൊബൈൽ റീചാർജ് ആണെങ്കിൽ റീചാർജ് ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതും ഇതുപോലെ കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. അതിനുശേഷം ഇതിന് ഓരോന്നിൻ്റെ താഴെ എന്തിനുള്ളതാണെന്ന് പേര് കാണാൻ സാധിക്കും. മൊബൈൽ റീചാർജ് എന്നുള്ളത് ആണെങ്കിൽ മൊബൈൽ റീചാർജ് ക്ലിക്ക് ചെയ്യുക. ഇനി പേ മൊബൈൽ നമ്പറിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നേരെ ഈ ഒരു ഫീച്ചറിലേക്ക് എത്തും. നമ്മൾ തപ്പി നടക്കേണ്ട, തിരഞ്ഞ് നടക്കേണ്ട, നേരെ ഈ ഫീച്ചറിലേക്ക് എത്താൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഇനി ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണ്ടെങ്കിൽ ഇതങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കൊണ്ടുപോയാൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ചില മൊബൈൽ ഫോണിൽ, ഈ മൊബൈൽ ഫോണിൽ അതില്ല. അതുകൊണ്ട് ഞാൻ ലോങ് പ്രസ് ചെയ്യുക, റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് കൊടുത്താൽ മതി. അതങ്ങ് പോവുകയും ചെയ്യും. ആവശ്യമാണെങ്കിൽ മാത്രം ഇത്തരത്തിൽ ഉപയോഗിച്ച് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.